ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ റിയാക്ട് ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് എങ്ങനെയാണ് ഫയൽസ് അല്ലെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ബാക്ക് എൻഡിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് app.jsനകത്ത് നിന്ന് നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കമ്പോണൻസ് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡിങ് മാത്രം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് പുതിയൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ കമ്പോണൻസിനകത്ത് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. പോസ്റ്റ് ഇമേജസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ RAFC എന്ന ഷോർട്ട് കട്ട് വെച്ച് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് യൂസ് സ്റ്റേറ്റ് ഹുക്കിനെ ഞാൻ കോൾ ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യാം. കോൺസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഇമേജ് ഫയൽ സെറ്റ് ഇമേജ് ഫയൽ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് എന്നിട്ട് നൾ എന്ന് കൊടുക്കാം. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നള്ളായിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾക്കൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് പോസ്റ്റ് ഇമേജസ് എന്ന് കൊടുക്കാം. നമ്മൾ ഇമേജസിനെ ബാക്ക് എൻഡിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഒരു ആരോ ഫംഗ്ഷൻ പാസ് ചെയ്യാം. ഇതിനകത്ത് തൽക്കാലം console.log ആണ് കൊടുക്കുന്നത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലോജിക്ക് ആഡ് ചെയ്യാം. പിന്നെ console.log അപ്ലോഡിങ്. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊരു ബട്ടണിലേക്ക് പാസ് ചെയ്യാം. JSXനകത്ത് ബട്ടൺ അപ്ലോഡ് എന്ന് കൊടുത്തിട്ട് ആ ഫംഗ്ഷനെ ഓൺ ക്ലിക്ക് ഇവൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബട്ടൺ ക്ലിക്കിൽ ആ ഫംഗ്ഷൻ റൺ ആവും. ഇനി app.jsനകത്ത് ഇതിനെ ഇമ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ പോസ്റ്റ് ഇമേജ് ഓക്കെ കമ്പോണൻറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ബട്ടൺ കാണാം അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇനി ആ ബട്ടനോടൊപ്പം തന്നെ ഒരു ഇൻപുട്ട് വേണ്ടേ നമ്മളുടെ ഫയൽ സെലക്ട് ചെയ്യാൻ. അതിനായിട്ട് ഒരു ഇൻപുട്ട് ടാഗ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ടൈപ്പ് ഫയൽ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കൊരു ഫയൽ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും, ചൂസ് ഫയൽ. ഓക്കെ, അത് പ്രോപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലോജിക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മൾ ആ ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പം ആ കറക്റ്റായിട്ടുള്ള വാല്യൂ സ്റ്റേറ്റ് വേരിയബിളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഓൺ ചേഞ്ച് യൂസ് ചെയ്യാണ് ഇവിടെ. എന്നിട്ട് ഈ ഓൺ ചേഞ്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫംഗ്ഷൻ. സോ നമുക്ക് ഈ ഫംഗ്ഷനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നെയിം മാത്രം ചേഞ്ച് ചെയ്യാം. ഹാൻഡിൽ ഇമേജ് ചേഞ്ച് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഫംഗ്ഷനെ പ്രോപ്പറായിട്ട് ഓൺ ചേഞ്ചിൽ. എന്നിട്ട് നമുക്ക് ഈ console.log കളയാം. ഇനി പ്രോപ്പറായിട്ട് ആ ഇവൻറ്റ് പാസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് എടുക്കാം. സോ ഇവൻറ്റ് പാസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ സെറ്റ് ഇമേജ് ഫയലില്ലേ അതിനകത്ത് event.target.files. സോ അതിനകത്തുള്ള ഫയൽസിൻ്റെ ഫസ്റ്റ് ഫയൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫയൽസ് 0. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നും. സോ ഞാൻ എന്ത് ചെയ്യാം, ഈ ഇവൻറ്റിനെ ഞാൻ കൺസോൾ ചെയ്ത് കാണിച്ചു തരാം. തൽക്കാലം ഞാനിത് കമൻറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആ ഇവൻറ്റിനെ മാത്രം നമുക്ക് കൺസോൾ ചെയ്യാം. console.log എന്നിട്ട് ഇവൻറ്റ് പാസ് ചെയ്ത് കൊടുക്കാം. ആ വരുന്ന ഇവൻറ്റ് എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് കാണിക്കാം. അതിനായിട്ട് ഇവൻ്റ് എന്ന് കൊടുത്തിട്ട് ഈ അങ്ങോട്ട് പാസ് ചെയ്യാണ്. നമുക്കിവിടെ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് കൺസോളിൽ ഒരു ഫയൽ ചൂസ് ചെയ്യാം. നമ്മുടെ console.log വർക്കാവും. ഇവിടെ കാണാം നമുക്ക് ഇവൻറ്റ് പാസ്സായിട്ടുണ്ട്. സോ ഇത് മൊത്തത്തിലൊരു ഇവൻ്റാണ്. ഇതിനകത്ത് നമ്മൾ ടാർഗറ്റിനകത്തുള്ള ഫയൽസാണ് ചൂസ് ചെയ്യുന്നത്. സോ ടാർഗറ്റിനകത്ത് ഫയൽസ്. സോ എന്തുകൊണ്ടാണ് ഞാൻ ഫയൽസ് 0 എന്ന് ചൂസ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഫയൽസിനകത്ത് അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും 0. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഫയൽ അതിൻ്റെ വാല്യൂ ഇവിടെ 0 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ഇൻഡെക്സിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെറ്റ് ഇമേജ് ഫയൽ event.target.files 0 എന്ന് കൊടുത്തിരിക്കുന്നത്. സോ പ്രോപ്പറായിട്ട് ആ ഫയൽ പാസ് ആവുന്നുണ്ട്. ഇമേജ് ഫയൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിലേക്ക് അത് പ്രോപ്പറായിട്ട് പാസ്സായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ലോജിക്ക് സെറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളെ പോസ്റ്റ് ഇമേജസിനകത്ത് ഈ കൺസോൾ കളയാണ്. എന്നിട്ട് Axios ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാം. സോ ഇമ്പോർട്ട് Axios ഫ്രം Axios. ഓക്കെ, അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോസ്റ്റ് ഇമേജസിനെ നമുക്ക് അസിങ്ക് ഫംഗ്ഷൻ ആക്കാം. അസിങ്ക് എന്നിട്ട് കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു await എന്നിട്ട് Axios.post. സോ നമ്മൾ പോസ്റ്റ് മെത്തേഡാണ് ഇവിടുന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്യാണ്. സോ പോസ്റ്റ് അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് ലിങ്ക് പാസ് ചെയ്യണം. അതിനായിട്ട് ബാക്ക് എൻഡിൽ റൗട്ട്സിൽ ഇമേജ് റൗട്ട്സ് ഓപ്പൺ ചെയ്താൽ /upload എന്ന് കാണാം. സോ ഇതാണ് നമ്മുടെ എൻഡ് പോയിൻറ്റ്. ഇതിലേക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫയൽ സെൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ആ ലിങ്ക് ആദ്യം പാസ് ചെയ്ത് കൊടുക്കണം. http
HTTPS അല്ല, എന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് 3200 ബാക്കെൻഡിലെ പോർട്ട് നമ്പർ /upload. പ്രോപ്പറായിട്ട് ഇതാണ് അതിൻ്റെ ലിങ്ക്, എൻഡ് പോയിൻ്റ്. ഇനി നമുക്കതിൻ്റെ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കണം, ഏത് ഫയലാണ് ബാക്കിലോട്ട് പോകേണ്ടതെന്നുള്ളത്. അതിനായിട്ട് ഞാൻ കോൺസ്റ്റ് img ഫോം ഈക്വൽ ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും കേട്ടോ, ഫോം ഡാറ്റയാണ് പാസ് ചെയ്യുന്നത്. സോ ന്യൂ ഫോം ഡാറ്റ എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കെൻഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫോം ഡാറ്റയാണ്. സോ img ഫോം ഡോട്ട് അപ്പെൻഡ് എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ കീയും വാല്യൂയും പാസ് ചെയ്ത് കൊടുക്കണം. സോ ഫസ്റ്റ് ഫയൽ. സോ ഫയൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കെൻഡിലെ റൗട്ട്സിൽ നമുക്ക് കാണാം. ഇമേജ് റൗട്ട്സിൽ നോക്കിയാൽ ഇവിടെ ഫയൽ നമ്മൾ സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ. സോ ഈ കീ പ്രോപ്പറായിട്ട് പാസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വാല്യൂ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫയൽ, img ഫയൽ. സോ ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് സെൻഡ് ആവും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് console.log നമ്മളെ റെസ്പോൺസ് ഡാറ്റ നമുക്ക് കൺസോൾ ചെയ്യാം. സോ അതിനായിട്ട് response.data. ഓക്കെ, നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അപ്ലോഡ്സിനകത്തൊരു ഫയൽ പോലും ഇല്ല. നമുക്ക് നോക്കി നോക്കാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ടൊരു ഫയൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം, അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾക്ക് റെസ്പോൺസ് ഡൺ എന്ന് വരുന്നുണ്ട്, സെൻഡ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇമേജ് അപ്ലോഡ് ആയിട്ടില്ല. അതിൻ്റെ റീസൺ നമ്മൾ ഈ img ഫോമിന് ഈ പോസ്റ്റ് മെത്തേഡിൽ പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല. സോ നമ്മൾ ഫയൽ പ്രോപ്പറായിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. img ഫോമിന് നമ്മൾ പോസ്റ്റ് മെത്തേഡിൽ പാസ് ചെയ്യാണ്. സേവ് ചെയ്തു റിഫ്രഷ് ചെയ്യാം. ഒരു വട്ടം കൂടെ ഫയൽ ചൂസ് ചെയ്ത് സെൻഡ് ചെയ്ത് നോക്കാം. റെസ്പോൺസ് ഡൺ എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നമ്മളെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. സോ പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് ഇമേജ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് 2-3 വട്ടം കൂടെ ഒന്ന് അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓരോ വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴും അത് വീണ്ടും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്നുള്ള ഇമേജ് ഹാൻഡ്ലിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.